സുലു, നീ എന്തോന്ന് ഈ ആലോചിച്ച് നിൽക്കുന്നേ? അതോ വേറെ ഒന്നല്ല, അപ്പുക്കുട്ടൻ ആദ്യമായിട്ട് സ്കൂളിൽ പോവല്ലേ, അതിന്റെ ഒരു ടെൻഷനില്ല ഞാന്. അതിന് നീ എന്തിനാ സുലു ടെൻഷൻ അടിക്കുന്നേ? അവന്റെ രണ്ട് ചേച്ചിമാരുടെ കൂടെയല്ലേ സ്കൂളിൽ പോകുന്നേ? രണ്ടുപേരും അവനെ നോക്കാൻ അവിടെ ഉള്ളപ്പോ നീ എന്തിനാ വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ കൂട്ടുന്നത്? എന്നാലും എനിക്ക് എന്തോ ആലോചിച്ചിട്ടൊരു വിഷമം പോലെ. അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോവല്ലേ, അവന് ടീച്ചറൊക്കെ ഇഷ്ടമാവുമായിരിക്കും. ആ ടീച്ചർ അടിക്കുന്നൊക്കെ പറഞ്ഞ് കരഞ്ഞില്ലായിരുന്നോ? അതൊക്കെ ഓർത്തിട്ടാ എനിക്ക്. അതൊക്കെ 2-3 ദിവസത്തേക്ക് കാണും, ചെറിയ മടിയും ഒക്കെ. നിനക്ക് ഓർമ്മയില്ലേ പാറും പ്രിയൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ? എന്തിന് പാറുവിന് ഇപ്പൊ പോലും സ്കൂളിൽ പോകാൻ മടിയാ, പിന്നെയല്ലേ അപ്പുക്കുട്ടി ആദ്യമായിട്ട് പോകുമ്പോ. പാറുവിന്റെ മടിയെ കുറിച്ച് നിങ്ങൾ പറയണ്ട. ഇതുപോലൊരു സ്കൂളിൽ പോകാൻ മടിച്ചിനി ഞാൻ കണ്ടില്ല. അല്ല, നമ്മളെ വീട് മാറുന്നതിനെ കുറിച്ച് കാര്യമായിട്ട് തന്നെയല്ലേ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്? ഞാൻ ബ്രോക്കർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടല്ലാതെ നിങ്ങൾ തമാശക്ക് ഇനിയാ പറഞ്ഞേ? ഞാൻ തമാശക്കൊന്നല്ല, കാര്യമായിട്ട് തന്നെയാ പറഞ്ഞേ. അല്ല, ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ അവിടെ? അല്ല, സ്കൂളായിട്ട് ഒരുപാട് ദൂരം ഉണ്ടാവരുത് കേട്ടോ, അത് നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ ആ ബ്രോക്കറോട് പറഞ്ഞതേ സ്കൂളിൽ നിന്ന് നടന്നു പോകാൻ പാകത്തിലുള്ളൊരു വീട് കിട്ടുകയാണെങ്കിൽ സൗകര്യമായിരുന്നു എന്നാ പിന്നെ 3 ആളെ വണ്ടിക്കൂലി ഇപ്പൊ ഒഴിവാക്കാലോ. ഒരു 3 ആളുടെ നടന്നു പോയിക്കോളൂല്ലേ? അത് ശരിയാ. അപ്പൊ ഒരുപാട് ദൂരം ആവരുത്, നടന്ന് കുട്ടികൾ ക്ഷീണിക്കാനും പാടില്ല. പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ അവർ വണ്ടിയിൽ തന്നെ പൊക്കോട്ടെന്ന് വെക്കേണ്ടി വരും. അല്ല, ഒരു ടേടെ കുളിയൊക്കെ കഴിഞ്ഞോ? ഞാൻ പാറുവിനോടും പ്രിയനോടും പറഞ്ഞിനി അപ്പൊ കുട്ടിനെ കൂടി കുളിപ്പിച്ച് റെഡിയാക്കാൻ രാവിലെ തന്നെ. കുളിയൊക്കെ കഴിഞ്ഞ് അവര് ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്തിരി ചമ്മന്തിയോടെ ഉണ്ടാക്കാനുണ്ട്. നിങ്ങൾ ഓരോടെ വേഗം ലേറ്റ് ആവാതെ ചായ ഒന്ന് കുടിച്ച് തീർക്കാൻ പറയും, വണ്ടി ഇപ്പൊ വരും ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞേക്കാം, നീ എന്നാ വേഗം അതും കൂടി ആക്കിയേക്ക്. ഇച്ചിരി പൗഡറിന്റെ കുറവുകൂടി ഉണ്ടല്ലോ. എടി പാറു, എത്ര നേരമായിട്ട് നീ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഓരോ കൊപ്രായം കാണിക്കാൻ തുടങ്ങിയിട്ട് അതവിടെ മാറിക്ക്. എനിക്കിവിടെ റെഡിയാണോ? പിന്നെ ചേച്ചി റെഡി ആയി കഴിഞ്ഞ് പോയതല്ലേ, മുടിയൊക്കെ കെട്ടിയെന്നല്ലോ. നീ എന്ത് റെഡിയാവാനാ? നീ കെട്ടിയതാണല്ലോ, പിന്നെ എന്തിനാ ഇതിന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നത്? ഏത് സമയത്തും അവള് കണ്ണാടിയുടെ മുന്നിൽ വന്ന് ഇങ്ങോട്ട് മുഖം നോക്കിക്കൊണ്ടിരിക്കും. കാണാനത്തെ ഭംഗി ഉണ്ടെങ്കിൽ വേണ്ടിയില്ല, അതുമില്ല. ചേച്ചി പിന്നെ ഐശ്വര്യ റായ് ആണല്ലോ. അതെടി, ഞാൻ നിന്നെ അപേക്ഷിച്ച് ഐശ്വര്യ റായ് തന്നെയാ. കണ്ടേച്ചാലും മതി ഒരു ഉണങ്ങി ഐശ്വര്യ റായ്. പാറ എന്നെ വെറുതെ ദേഷ്യം പിടിക്കാതെ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറുന്നുണ്ടോ? ഞാൻ മാറില്ല, ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ചേച്ചി അപ്പുക്കുട്ട സുന്ദരനായോ? അപ്പുക്കുട്ട, നീയും പ്രിയ ചേച്ചിയൊക്കെ ജന്മനാ നല്ല സൗന്ദര്യമുള്ളവരാ. നമുക്കൊന്നും ഒരുപാട് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ. അതുപോലെ അല്ലല്ലോ നമ്മുടെ പാറ ചേച്ചി. ചേച്ചി രാവിലെ തന്നെ എന്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കണ്ടെങ്കിലേ വേഗം പോയിക്കോ. നിന്നോട് ഞാൻ കുറെ നേരമായില്ല കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ട് നീ അവിടെ തന്നെ അടിയിരിക്കണോ? ഞാൻ മാറുന്നില്ല. ചേച്ചിക്ക് കുറെ സൗന്ദര്യം ഉണ്ടെന്നല്ല പറഞ്ഞേ. അപ്പൊ പിന്നെ മേക്കപ്പ് ഇട്ട് സമയം കളയണ്ട, പോയി വണ്ടി കയറിയിരുന്നോ. പാറു, ഞാൻ പോയി ബാഗ് എടുത്ത് വരുന്നതിന് മുന്നേ ഈ കണ്ണാടി ഒഴിവാക്കി തന്നില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം അറിയും. പിന്നെ ഇച്ചിരിയോട് പൗഡറിടാ അല്ലടാ അപ്പുകുട്ടാ. എന്ത് ഭംഗി നിന്നെ കാണാൻ എന്നെയോ മലാളെ, മകരസൂര്യനോമനിക്കും മഞ്ഞത്തുള്ളി പോലെ മുത്തുമാല ചാർത്തിയെത്തും. എന്നാണോ നീ പ്രിയ ചേച്ചിന്റെ മാതിരി കുടുകുടൂന്ന് ചിരിക്കുന്നത്? നല്ല പാട്ട്. എന്റെ ഉള്ളിൽ ഒരു ഗായിക ഉണ്ട്. ആ സത്യം നീയെങ്കിലും അംഗീകരിച്ചല്ലോ എന്റെ അപ്പുകുട്ട. എനിക്കത് മതി. അമ്മ, മോളെ റെഡി ആയോ? അപ്പുകുട്ടനെ എന്താക്കി? അവൻ യൂണിഫോം ഒക്കെ ഇട്ടില്ലേ? ഇട്ടമ്മ, അവനെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ആ പാറു കണ്ണാടിന് മുന്നിൽ നിന്ന് മാറുന്നില്ല അമ്മ. ഓക്കെ, പിന്നെ ദിവസമുള്ള അല്ലാതെ 1 മണിക്കൂർ ആ കണ്ണാടിന് മുന്നിൽ നിന്നിട്ടല്ലേ ഓള് സ്കൂളിലേക്ക് പുറപ്പെടുക. ഓള് പഠിക്കാനല്ല സ്കൂളിൽ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഫാഷൻ പരേഡ് നടത്താനാണെന്നാ. എത്ര നേരമായിരുന്നു അറിയാം ഞാൻ ഓളോടൊന്ന് പറയുന്ന കണ്ണാടിന് മുന്നിൽ നിന്ന് മാറാൻ. എന്റെ മുടി ഒന്ന് കെട്ടിയത് റെഡി ആയില്ല, ഒന്നുകൂടെ അയച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഓള് മാറുന്നില്ല അമ്മ അതിന്റെ മുന്നിൽ നിന്ന്. എന്താ ചെയ്യും എങ്ങനെ ആയാലും? രാവിലെ ആണെങ്കിൽ നേരത്തെ വിളിച്ചാൽ എണീക്കും, അതുമില്ല. നേരത്തെ എഴുന്നേറ്റ് കുളിച്ചിങ്ങാട്ട് പണി കഴിഞ്ഞ് കണ്ണാടിന്റെ മുന്നിൽ ഇരിക്കുകയാണേലുണ്ട്. ഇതല്ല, ഉച്ചയായിട്ട് അങ്ങോട്ട് എണീറ്റ് വരിക, എന്നിട്ടുള്ള സമയത്തിന് മുന്നിൽ ഫുള്ള് കണ്ണാടിന്റെ മുന്നിൽ കുത്തിരിക്കുക. നമ്മളെ പുതിയ വീട്ടിലേക്ക് പോകാൻ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാക്കും ഓർമ്മല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ ഈ കളിയൊന്നും നടക്കൂല. ഇപ്പൊ വേണമെങ്കിൽ ഓരോ റൂമിൽ ഓരോ കണ്ണാടി ഇവിടെയുണ്ട്. ആടെ ആകെ ഒരു റൂം അങ്ങനെ ഉണ്ടാവുള്ളൂ, ഏറിപ്പോയ 2. എല്ലാവരും കൂടി അതിൽ താമസിക്കേണ്ടി വരും. ബാത്റൂം ഒന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഉള്ള മാതിരി 6 റൂമിന് കൂടി 7 ബാത്റൂം ഒന്നും ആടെ ഉണ്ടാവില്ല. അതിനനുസരിച്ച് നിങ്ങൾ നേരത്തെ എണീക്കുകയും പണിയൊക്കെ കഴിക്കുകയും വേണ്ടി വരും. അതൊക്കെ അമ്മയെ പാറുവിനോടൊന്ന് പറഞ്ഞാൽ മതി. എനിക്കല്ല, ഓക്കാണ് ഇതിനൊക്കെ കുറെ സമയം വേണ്ട. 2 ആളോടും കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരാളോട് മാത്രമായിട്ടൊന്നുമല്ല. പുതിയ വീട്ടിൽ പോയാലേ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അച്ഛനോട് വാക്ക് കൊടുത്താൽ മതി. വണ്ടി വരാനായി അമ്മേ. അമ്മ ടിഫിൻ ബോക്സ് എവിടെ വെച്ച്? ടിഫിൻ ബോക്സ് ഒക്കെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാഗ് എടുത്തിട്ട് പോയാൽ മതി നിങ്ങൾ തൽക്കാലം. ശരി അമ്മേ. എന്റെ പാറു എന്തൊരു മൊഞ്ച എന്നെ കാണാൻ. ആ പ്രിയ ചേച്ചിക്ക് കുശുമ്പായിട്ടല്ലേ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? അല്ലടാ അപ്പുകുട്ട, ഈ പാറു ചേച്ചിനെ കാണാനല്ലേ പ്രിയ ചേച്ചിനെക്കാളും ഭംഗി? അല്ല, അപ്പുകുട്ടനെ കാണാനാണ് ഏറ്റവും ഭംഗിയുള്ളത്. എന്നാ സെക്കൻഡ് പ്രൈസ് ആയിരിക്കാന്ന് പറ. അത് പാറു ചേച്ചിക്കല്ലേ? ഒന്ന് പോടാ, എന്ത് ചോദിച്ചാലും അവന്റെ ഒരു ചിരി. ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിയുമ്പേ പാറു ചേച്ചി ഉണ്ടല്ലോ ഐശ്വര്യ റായ് തന്നെയാടാ, ഐശ്വര്യ റായ്. എടി പാറു, ഇത്ര നേരമായിട്ട് കഴിഞ്ഞില്ല എന്റെ മേക്കപ്പ്? കഴിഞ്ഞ ചേച്ചി. പാറു ഈ ലിപ്സ്റ്റിക് ഇട്ടോ? ഞാനോ? എന്റെ ലിപ്സ് പണ്ടേ ഇങ്ങനെ നല്ല കളർഫുൾ ആയിരുന്നു, പിന്നെ ഞാനൊന്ന് സ്ക്രബ് ചെയ്തായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇപ്പൊ കളർ കൂടിയത്. അല്ലാതെ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാറില്ല. എടി പാറു, നോണ പറഞ്ഞാലുണ്ടല്ലോ ശരിയാക്കി തരാൻ ചിന്നിയെ. എന്താ ചേച്ചിക്ക് ഇങ്ങനെ അസൂയ പാടില്ല കേട്ടോ. അമ്മേ അമ്മേ അമ്മേ, ഓടി വന്നേ. ദിറ്റിങ്ങളെ കൊണ്ട് തോറ്റ്. എന്താടി പ്രിയേ? അമ്മ ഒന്നും കൂടെ ഓടി വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ വേറെയാണ് വിളിച്ച ആർക്കല്ലേ? എന്താടി പ്രിയേ ഇങ്ങനെ വിളിച്ച ആർക്കുന്നത്? അയൽപക്കത്തുള്ള വീട്ടുകാർ വരെ പേടിച്ചു പോവല്ലോ എന്റെ കാർക്കല് കേട്ടാലേ. അമ്മ നിങ്ങൾ ഈ പാറുവിന്റെ ചുണ്ടുമിലേക്ക് നോക്ക്. എന്താടി ഇത്? അമ്മ നോക്കമ്മേ, ഇവിടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാ വരുന്നത് സ്കൂളിലേക്ക്. ഇല്ല അമ്മേ, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. പിന്നെ എന്റെ തടി എന്റെ ചുണ്ടുമില് പെയിന്റ്
ഉണ്ടല്ലോ കൈ ഞാൻ വെട്ടേണ്ടേ. ഓ അമ്മ എപ്പോഴും എന്നെ മാത്രം ചെയ്ത് പറയുന്നേ. ചേച്ചി ലിപ്സ്റ്റിക് ഇട്ട് പോയിട്ടല്ലോ, അപ്പോഴൊന്നും അമ്മ ഒന്നും പറയില്ലല്ലോ. ആ പൊടി നോണിച്ചി പാറു, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടേ സ്കൂളിലേക്കൊന്നും പോകാറില്ല. ഞാൻ എന്റെ കല്യാണ പരിപാടിക്കോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ലിപ്സ്റ്റിക് ഇടാറുള്ളൂ. അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇടുന്നതും. എങ്ങനെയാടി കല്യാണത്തിന് മറ്റേനൊക്കെ പോകുമ്പോഴാണോ സ്കൂളിൽ പോകുന്നത്? സ്കൂളിൽ പോകുന്നത് പഠിക്കാനാ, അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചുണ്ടുമ്പി ചായ തേച്ച് പോകേണ്ട ആവശ്യമില്ല സ്കൂളിലേക്ക്. ആളുടെ ഒരു ലിപ്സ്റ്റിക് ഇട്ട് പോവല്, ഇതൊക്കെ വളർന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യും, താങ്ങാൻ പറ്റുമോ ആർക്കറിയാം. പ്രിയ ഈ വല്ലാതെ കളിക്കണ്ട, എനിക്ക് ഇതുമാതിരി സുഖമൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഈ ബാഗിലെ ലിപ്സ്റ്റിക് വെച്ചിട്ട് സ്കൂളിൽ പോകുന്ന വഴിക്ക് തേക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞേ. ഞാൻ മിണ്ടാതെ നിന്നതാ. ഓക്കെ, രണ്ടിനോടും കൂടി ഞാൻ പറയാണ്, വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിൽക്കരുത്. പിള്ളേരെ വണ്ടി വന്ന് ഹോൺ അടിക്കുന്നു, ഒന്ന് പെട്ടെന്ന് ബാഗ് എടുത്ത് ചെല്ലേ. എനക്കുള്ളത് ഞാൻ സ്കൂളിലെത്തി തര പറു. അപ്പൊ കുട്ടിനെ പിടിച്ചോണോ കേട്ടോ പ്രിയെ, വണ്ടി ബ്രേക്ക് അടിക്കുമ്പേ കുട്ടി ചിലപ്പോ വീണു. ആ ഞാൻ നോക്കിക്കോളാം അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം അമ്മേ. ശരി മോളെ, അപ്പൊ കുട്ടി നല്ലോണം നോക്കണേ. ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ. അപ്പൊ കുട്ടാ നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ ഇരിക്കണം കേട്ടോ, വികൃതി ഒന്നും കളിക്കരുതേ, ഭക്ഷണം ഒക്കെ കഴിക്കണം കേട്ടോ. എന്നാ മക്കളെ ബസ് കയറിക്കോ, ചേച്ചിന്റെ മടി ഇരുന്നാ മതി കേട്ടോ. അപ്പൊ കുട്ടി സ്കൂളിൽ പോവണ്ട അമ്മേ. അയ്യോടാ, എന്തിനാ അമ്മേന്റെ പൊന്ന് കരയുന്നേ? കുട്ടാ കരയല്ലേ, കണ്ണു തുടക്കി. അപ്പുകുട്ട വാ, നമ്മള് ലേറ്റ് ആവും. അല്ല അപ്പുകുട്ട പോതില്ല അമ്മേ, അപ്പുകുട്ടി സ്കൂളിൽ പോകണ്ട, അപ്പുകുട്ടന്റെ അമ്മ കൂടെ തിന്നാ മതി അമ്മേ. അയ്യോ അപ്പുകുട്ട സ്കൂളിൽ പോയാലല്ലേ അമ്മേന്റെ മോന് വലിയ കുട്ടിയാവത്തുള്ളൂ, അതുകൊണ്ടല്ലേ അപ്പുകുട്ടന്റെ ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോകുന്നേ. അപ്പുകുട്ടന്റെ സ്കൂളിൽ പോകണ്ട, അപ്പുകുട്ടൻ വലിയ കുട്ടി ആവണ്ട, അപ്പുകുട്ടന്റെ ചെറിയ കുട്ടി ആയാ മതി അമ്മേ. അപ്പുകുട്ട സ്കൂളിൽ ഇന്നാള് പോയ പാർക്കില്ലേ, അവിടേക്ക് പോയിട്ട് കളിക്കാ, നീ വന്നേ. ദേ ഡ്രൈവറോട് ചെയ്തേക്കൂ നീ ലേറ്റ് ആയാലേ. വേണ്ട അമ്മ, അപ്പുകുട്ടന്റെ സ്കൂളിൽ പോകണ്ട, അപ്പുകുട്ട പോവൂല. എന്താ അപ്പുകുട്ട നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും കൂടെ സങ്കടാവല്ലോ. അപ്പുകുട്ട പോവൂല, അമ്മ കൂടെ വരണം അപ്പുകുട്ടന്റെ. നോക്ക് അപ്പുകുട്ട, അപ്പുകുട്ടന്റെ 2 ചേച്ചിമാരും ആ സ്കൂളിലല്ലേ, അവരെപ്പോഴും അപ്പുകുട്ടനെ വന്ന് നോക്കുമല്ലോ, പിന്നെ എന്തിനാ കുഞ്ഞു കരയുന്നേ? വേണ്ട അമ്മ വന്നാ മതി, അപ്പുകുട്ടന്റെ കൂടെ അമ്മ വന്നാ മതി. നല്ല കുട്ടിയല്ലേ, ഇങ്ങനെ വാശി പിടിക്കല്ലേ. അമ്മ സ്കൂൾ ബസിന്റെ പിറകിൽ വരാം കേട്ടോ. കുഞ്ഞു സ്കൂളിൽ എത്തുമ്പോഴേക്കും അമ്മ അവിടെ വന്ന് നിന്നോളാം. അപ്പുകുട്ടൻ കരയുന്ന കണ്ട അമ്മ അപ്പം അങ്ങോട്ട് വരും കേട്ടോ. അതുവരെ ബസ്സിൽ പോയിരുന്നു. ബസ്സിലെ നല്ല രസാ ബസ്സിൽ പോവാനേ. അപ്പുകുട്ടൻ ഇതുവരെ സ്കൂൾ ബസ് പോയിട്ടില്ലല്ലോ. അപ്പുകുട്ടന്റെ സ്കൂൾ ബസ് പോകണ്ട, അപ്പുകുട്ടന് വലിയ കുട്ടി ആവണ്ട അമ്മ, അപ്പുകുട്ടന് ചെറിയ കുട്ടി ആയാ മതി. അമ്മ അവൻ കരയുന്ന നോക്കി നിന്നാലേ അവൻ രാത്രി വരെ ഇവിടെ ഇരുന്ന് കരയും. അമ്മ പെട്ടെന്ന് അവനെ പിടിച്ച് വണ്ടി കയറ്റാൻ നോക്ക്, ഇല്ലെങ്കിൽ ലേറ്റ് ആവും, ഞങ്ങൾക്ക് അവൾ കേൾക്കാം. എന്നെ പിടിക്കുന്ന, ഞാൻ വരുന്നില്ല ചേച്ചി. അപ്പുകുട്ട അമ്മ പറയുന്ന കേക്ക് മോനെ. ഇല്ല ഞാൻ പോവില്ല, ഞാൻ